ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതിക വർമ്മ की जय, ऋतिका वर्मा 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 की जय. പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി കേട്ടോ? കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ഒരു പിടി മണ്ണ് സത്യമാണെങ്കിൽ ഈ വർമ്മയെയും മകളെയും ഞാൻ എന്റെ കാൽക്കൽ വീഴിക്കും. സത്യം, സത്യം, സത്യം. വണ്ടി എടുക്കണം. നീ എന്തിനാ എന്റെ ഓഫീസിലേക്ക് വന്നത്? രാജുവും ഞാനും കൂടി ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചിരുന്നു. ഇവിടേക്ക് വരാൻ രാജു പറഞ്ഞതുകൊണ്ടാ ഞാൻ വന്നത്. രാജു വിളിച്ചതുകൊണ്ട് നീ വന്നു, അതും ഓക്കെ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനാ ഇടപെട്ടത്? അത് ഞാനും അനന്തനും തമ്മിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം. ആ തർക്കത്തിൽ കയറി നീ ഇടപെട്ട എന്തിനാ ഞാൻ ചോദിച്ചത്. എന്താ മറുപടിയില്ലേ? എന്താ പ്രതാപ ഇങ്ങനെ? കുട്ടി ചെയ്തതൊരു വലിയ കാര്യമല്ലേ? അല്ല ഗോപിയേട്ടാ, ഞാൻ ചോദിച്ചതിന് പ്രതാപൻ മറുപടി പറയും. അവൻ പത്തി വിരിച്ച് ആടാൻ തുടങ്ങിയപ്പോഴാ പ്രതാപന്റെ മോള് കയറി ഇടപെട്ടത്. ഒരു മകള് ചെയ്യേണ്ട കടമയല്ലേ മകള് ചെയ്തത്? ഗോപിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. കിട്ടേണ്ടത് കിട്ടിയപ്പോഴാ അനന്തൻ അടങ്ങിയത്. അച്ഛന്റെ മുൻപിൽ വെച്ച് ഞാൻ ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ലെന്ന്. ചില ആളുകൾക്ക് അവനർഹിക്കുന്ന മറുപടിയെ കൊടുക്കാവൂന്ന്. അമ്മ അച്ഛനെ പിരിഞ്ഞിട്ട് വർഷം 10-20 അച്ഛൻ അക്കാലത്ത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു മകൻ ജനിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. അത് എനിക്ക് വേണ്ടിയാ. എന്നെ സ്നേഹത്തോടെ വളർത്താൻ വേണ്ടിയാ. അച്ഛന് മകളായും മകനായും ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛന് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ ഉണ്ടാവേണ്ടതല്ലേ അച്ഛ? അച്ഛനെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് കേട്ടു നിൽക്കാനോ സഹിക്കാനോ എന്നെ കൊണ്ടാവില്ല. അച്ഛനാ എന്റെ ലോകം. അച്ഛന്റെ ഏത് കാര്യത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം ഞാനുണ്ടാവും. അച്ഛാ
വിഷമിപ്പിക്കാനൊന്നും അല്ല അച്ഛൻ പറഞ്ഞത്. മോളിങ്ങി വന്നേ. ആ അനന്തം പിള്ള ഒരു സംസ്കാരമില്ലാത്തവനാ. അവനോട് മോള് കയറി സംസാരിച്ച് അവനവന്റെ വില കളഞ്ഞതിലേ അച്ഛന് സങ്കടമുള്ളൂ. പോട്ടെ, എന്തായാലും നന്നായി. എന്റെ മോൾ അച്ഛനേക്കാളും വലിയ ആളായി പോയെന്ന് തിരിച്ചറിയാൻ പറ്റിയല്ലോ. ശരി രാജു, മോളെ കൂട്ടിക്കൊണ്ടു പോ. വാ. ഋതിക വർമ്മ की जय, ऋतिका वर्मा 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 की जय. പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി കേട്ടോ? ഋതിക മോൾക്ക് വേണ്ടിയാ. മഹാദേവ വർമ്മ സാറിന്റെ കൊച്ചുമകളല്ലേ? രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഇതിലും വലിയ പ്രൊഫൈൽ ഇനി എന്തിനാടോ? രാഷ്ട്രീയത്തിൽ പ്രൊഫൈലാണോ പ്രധാനം ഗോപിയേട്ടാ? ഇതും നൈസർഗികമായ ഒരു കാര്യം തന്നെയല്ലേ, ജനസേവനം. സാറേ, അനന്തം പിള്ളയ്ക്ക് കൊടുക്കേണ്ടത് ഋതുമോള് കൊടുത്തു. ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാ. മതിയടോ, അവരോട് നിർത്താൻ പറയും. അതൊക്കെ അവരുടെ ആവേശമല്ലേ പ്രതാപ, അത് നടക്കട്ടെ. ഇപ്പൊ ഒരു കാര്യം വർമ്മ സാറിന് മനസ്സിലായില്ലേ? അനന്തം പിള്ളയ്ക്ക് കാശ് കൊടുത്ത് നേതാക്കന്മാരെ വിലക്കെടുക്കാൻ പറ്റും, പക്ഷേ അണികളെ കിട്ടില്ല. 3 ആൺമക്കളുണ്ടെന്നും പറഞ്ഞ് അനന്തം കാണിച്ച ആ അഹങ്കാരം പ്രതാപന്റെ 100 ആൺമക്കളുടെ ചുണയുള്ള ഒരു പെൺമകൾ തീർത്തു കൊടുത്തില്ലേ? അവളാണ് സാക്ഷാൽ പുലിക്കുട്ടി. മകൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. എന്റെ മുമ്പിൽ ഒരു പാവക്കുട്ടിയെ പോലെയാ ഗോപിയേട്ടാ എന്റെ മോള്. എന്റെ അനക്കം കേൾക്കുമ്പോ ഭവ്യതയോടെ ഭയന്ന് മാറി നിൽക്കും. ഇതെന്റെ ഋതുമോള് തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തെന്നോർത്ത് എനിക്ക് ഇപ്പോഴും അത്ഭുതം മാറിയിട്ടില്ല. അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു പ്രതാപ? ഇതിനെയൊക്കെയാണ് പറയുന്നത് പൈതൃക ഗുണമെന്ന്. ഉദ്ദേശം 10-24 കൊല്ലം മുമ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് പല കൊമ്പന്മാരെയും അഴിമതിക്കാരെയും മുട്ടുകുത്തിച്ച ആ പ്രതാപവർമ്മയുണ്ടല്ലോ, ആ പ്രതാപവർമ്മയാണ് ഞാൻ ഋതിക മോളിൽ കണ്ടത്. മോശം വരുവോ? സൂര്യമംഗലത്തെ കൊച്ചു തമ്പുരാട്ടിയല്ലേ പ്രതാപവർമ്മയുടെ ചോര. ആ മകൾ പ്രതാപവർമ്മയുടെ അഭിമാനമാണ്, അതിൽ ഒരു സംശയവും വേണ്ട. അകലെ